ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് ഈ ചാനൽ വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് 2025 ജൂൺ 11 ബുധനാഴ്ചയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. കാര്യമായ ന്യൂസ് സംഭവങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ലായിരുന്നു. എന്നാലും ഒന്ന് കോവിഡ് കേസസ് ആണ് ഇന്നത്തെ ന്യൂസ് ഹൈലൈറ്റ്സിൽ. ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. കോവിഡ് കേസസ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഒരുപാട് പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട്. സോ കെയർഫുൾ ആവുക, മാസ്ക് ഒക്കെ ഉപയോഗിക്കുക. അപ്പൊ ഞാൻ എന്തായാലും ആ ന്യൂസ് എല്ലാ ദിവസവും പറയുന്നത് കൊണ്ട് ഞാനത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. US ചൈന ഒഫീഷ്യൽസ് അവര് ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ താരിഫിലുള്ള കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു എന്താ പറയുക വ്യാപാര പ്രശ്നങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് ഇരുകൂട്ടരും തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു ന്യൂസ് വരുന്നത് നമ്മുടെ മാർക്കറ്റിനെ അത് പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റിൽ എസ്പെഷ്യലി നല്ല രീതിയിലുള്ള ഒരു ബൂമിങ്ങിന് അത് കാരണമാകും. ചൈനയുടെ മാർക്കറ്റിനാണ് ഉപകാരമെങ്കിലും അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ബൂമിങ് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്റ്റോക്കുകൾ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഓറിയന്റൽ കാർബൺ, മാരുതി സുസുക്കി, ഇൻഡിഗോ, ടെക്സ്മാക്കോ റെയിൽ, വിപ്രോ ഇത്രയും കമ്പനികളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. ദെൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ന്യൂസ് ചാനൽ ടെലിഗ്രാമിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് ചാനൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് അത് ഓരോ മിനിറ്റിലും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. സോ അതിനകത്ത് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഒരുപാട് എക്സ്ട്രാ കണ്ടന്റുകൾ അതിനകത്തുണ്ട്. സോ പരമാവധി ഉപയോഗപ്പെടുത്തുക. മാക്സിമം ആൾക്കാരിലേക്ക് അത് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. US മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് കാഴ്ചവെച്ചത്. യൂറോപ്യൻ മാർക്കറ്റ് അതേപോലെ റെഡും ഗ്രീനും ആയിട്ട് മിക്സ്ഡ് ആയിട്ടാണ്. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാന്റെ മാർക്കറ്റ് ഗ്രീനിലാണ് അവസാനിച്ചിരുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് 25,198 ഇന്ന് ഓപ്പൺ ആയത് 25,200 2 പോയിന്റ്. അതായത് ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് പോയിട്ട് 25 പോയിന്റ് താഴോട്ട് പോയിട്ടുണ്ട്. നമുക്കത് ഫ്ലാറ്റ് ആണ് എന്ന രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യാം. കൂടുതലൊന്നും തന്നെ അതിനെക്കുറിച്ച് പറയാനില്ല. കമ്മോഡിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ $64.81 കുറഞ്ഞിട്ടുണ്ട്. ദെൻ ഗോൾഡിന്റെ പ്രൈസും അത് തന്നെ $3,354 കുറഞ്ഞിട്ടുണ്ട്. ബിറ്റ് കോയിന്റെ പ്രൈസ് വീണ്ടും ഓൾ ടൈം ഹൈയിൽ നിന്ന് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. 1,09,877 ആയിട്ടുണ്ട്. ഇന്നലെ 786 ആയിരുന്നു. അത് അവിടെ നിന്ന് 877 ആയിട്ടുണ്ട്. അതേപോലെ USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ 85.61 ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇന്ന് റിലീസ് ആവേണ്ട ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇവന്റ് ആണുള്ളത്. M3 മണി സപ്ലൈ, US API വീക്ക്ലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക്, MBA 30-year mortgage rate, MBA mortgage applications, MBA purchase index, mortgage market index, mortgage refinance index, US തന്നെ core CPI year on year, core CPI month on month, core CPI index, CPI month on month, CPI year on year, CPI index NSA, CPI index SA. ഇത്രയും ഇവന്റുകൾ, ഇത്രയും ഡാറ്റയാണ് ഇന്ന് വരാനുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഏതാനും പെനി സ്റ്റോക്കുകൾ ഉണ്ട്. പക്ഷേ നമ്മൾ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ അല്ലാത്തതുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് റിസൾട്ട് ഉള്ള കമ്പനികളുടെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാ ദിവസവും 8 മണിക്ക് നമ്മുടെ ന്യൂസ് ചാനലിൽ വന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്നുള്ള ആ ഒരു ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ദിവസവും അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ F&O ബാനിൽ ഇന്ന് 5 സ്റ്റോക്കുകളാണ് വന്നിട്ടുള്ളത്. ABF, ആദിത്യ ബിർള ഫാഷൻസ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഹിൻകോപ്പർ, IREDA, RBL ബാങ്ക്, തിത്തഗർ ഇത്രയും സ്റ്റോക്കുകളാണ് F&O ബാനിൽ വന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,301 കോടിയുടെ ബൈങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ 1,113 കോടിയുടെ ബൈങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 3,415 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ FMCG, IT, മീഡിയ, മെറ്റൽ, ഫാർമ ഇത്രയും സെക്ടറുകൾ ഗ്രീനിൽ അവസാനിച്ചപ്പോൾ ഓട്ടോ, ബാങ്ക്, ഫിൻ സർവീസസ്, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, റിയാലിറ്റി ഇതൊക്കെ റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത്, നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF വരികയാണെങ്കിൽ നിഫ്റ്റി ബീസ്, ബാങ്ക് ബീസ്, ഓട്ടോ ബീസ് ഇത്രയും ETFകൾ നെഗറ്റീവിൽ അവസാനിച്ചപ്പോൾ ഫാർമ ബീസ്, ഗോൾഡ് ബീസ്, IT ബീസ് ഒക്കെ ഗ്രീനിലാണ് അവസാനിച്ചത്.
ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തതാണ് മോൾടെക് ടെക്, എയറോ ലാം, എനർജി ഡേ, രത്തൻ ഇന്ത്യ എന്റർപ്രൈസസ്, ഓറിയന്റൽ കാർബൺ, രത്തൻ പവർ, NBI ഇൻഡസ്ട്രിയൽ, GE പവർ ഇന്ത്യ, ആറ്റം വാൾവ്സ്, സിനി വിസ്ത. ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നതാണ്. ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഡോൾഫിൻ ഓഫ് ഷോർ, സൺഫ്ലാഗ് അയൺ, ഫോക്കസ് ലൈറ്റിംഗ്, ഡെൽറ്റ, കെർബ്സ് ബയോകെമിക്കൽസ്, ജെറ്റ് ഫ്രൈറ്റ്, ലോഗ്, HMA അഗ്രോ, ഹബ് ടൗൺ, മെഡിക്കോ റെമഡീസ്, എയ്സ് ഇന്റഗ്രേറ്റഡ്. ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നതാണ്. നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 91 പോയിന്റ് നഷ്ടം, ഇൻട്രാഡേയിലാണ് 91 പോയിന്റ് നഷ്ടത്തിൽ 25,104 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ചയിൽ നിഫ്റ്റിക്ക് ഇതുവരെയായിട്ട് 55 പോയിന്റിന്റെ ഒരു നഷ്ടമാണുള്ളത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് 434 പോയിന്റിന്റെ ഒരു മുന്നേറ്റത്തിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇനി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 0.92 ആണ്. ഇതൊരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ്. ഇന്നലെ 0.97 ആയിരുന്നു, അതേപോലെ ഇന്ന് 0.92. ഇതൊരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ള 26,000-ലാണ്, 2,12,000 ആണ്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ള 24,000-ലാണ്, 1,42,000 അപ്പോൾ കോൾ റേറ്റിംഗ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. വിക്സ് 14.02 സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നലത്തെ ഇൻഡെക്സ് അതായത് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 25,104 ഇനി CPR നോക്കുകയാണെങ്കിൽ 25,112, 127 എന്ന രീതിയിൽ 15 പോയിന്റ് ഗ്യാപ്പിൽ ഒരു CPR ആണുള്ളത്. റാസ്ൽ വെൽസിന്റെ നോട്ടറേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ 25,146, 132, 14 പോയിന്റിന്റെ ഒരു നോട്ടറേറ്റ് സോണും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ 127 ലോവർ ലെവലിൽ നമുക്ക് പിടിക്കേണ്ടി വരും. 25,112 ഒരു ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് നമുക്ക് കണക്കൂട്ടാം. അതുപോലെ 25,146 ഒരു ബ്രേക്ക് ഔട്ട് ലൈനായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. ഇപ്പൊ 25,146 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 25,293 വരെ ഏകദേശം 150 പോയിന്റോളം മുകളിലോട്ട് പോവാൻ സാധ്യതയുണ്ട്. അതല്ല 25,112 കട്ട് ചെയ്തിട്ട് താഴോട്ട് വരികയാണെങ്കിൽ 24,916 വരെയും ഏകദേശം 190 പോയിന്റോളം താഴോട്ട് പോകാനും സാധ്യതയുണ്ട്. പക്ഷെ 24,916 മാർക്കറ്റ് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം 25,000 സ്ട്രോങ് സപ്പോർട്ടില് ജസ്റ്റ് ഒന്ന് ഒരു വിക്ക് വന്ന് അവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്നിൽ സൈഡ് വൈസ് പോകും, അല്ലെങ്കിൽ മുകളിലോട്ട് പോകും. അല്ലാതെ താഴോട്ട് ഇറങ്ങി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നില്ല. മാർക്കറ്റ് ഒന്നിൽ സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മോഡിലാണ് പോകാൻ സാധ്യതയുള്ളത്. സോ ഇതെല്ലാം സാധ്യതകളും പ്രതീക്ഷകളും ഊഹങ്ങളും നിഗമനങ്ങളൊക്കെയാണ്. ഒന്നും വാലിഡ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ അല്ല കേട്ടോ. ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കൺഫർമേഷനും അല്ല ഈ പറയുന്നത്, ഏകദേശം ഒരു ഊഹങ്ങളാണ്. സോ ലൈവ് മാർക്കറ്റിൽ ലൈവ് ഡാറ്റ നോക്കുക, അതിനെ അനലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ റിസൾട്ട് കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഒരു സഹായം തേടുക. സോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.